ഫേസ് വാഷ് മലയാളി വീട്ടമ്മ പ്രസന്റഡ് ബൈ ചുങ്ക ജ്വല്ലറി കോ ബ്രാൻഡഡ് ബൈ സേറ. മലയാളി വീട്ടമ്മയുടെ 3ാം ഘട്ടത്തിലെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പോകുന്നത് നമ്മളെല്ലാവരും ഒരുപോലെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന ആ ഒരു സെഗ്മെന്റിലേക്ക് തന്നെയാണ്. അമ്മ മനസ്സ്. അമ്മ മനസ്സ് എന്ന സെഗ്മെന്റിൽ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ധന്യയാണ്. അപ്പൊ കുറച്ച് നാളായിട്ട് ധന്യ നമുക്ക് ഈ സ്റ്റേജിലേക്ക് കാണാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവിടെ ജഡ്ജിങ് പാനൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ധന്യ. പക്ഷെ നമുക്ക് ഫ്ലോറിൽ കിട്ടിയിരിക്കുകയാണ്. അതും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സെഗ്മെന്റുമായിട്ട് അമ്മ മനസ്സ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ സെഗ്മെന്റ്? നന്നായി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഫ്ലവേഴ്സിനോട്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം ചിന്തിപ്പിച്ചതിന് അത് മറക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും നല്ല ദിവസമായിരുന്നു അത്. യെസ്. അപ്പൊ നമ്മളും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്താണ് ധന്യ അമ്മയ്ക്ക് വേണ്ടി ചെയ്തത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് സ്പെഷ്യൽ ആക്കിയ ആ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്നറിയാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ്. ഒപ്പം ധന്യയുടെ കുടുംബാംഗങ്ങൾ അമ്മയും സഹോദരിയും അച്ഛനും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതെന്തായിരുന്നു എന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. എൻ്റെ അമ്മേനെ കുറിച്ച് ഒറ്റ വാക്കിലൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഞാനിവിടെ ഇത്രയും സ്ട്രോങ് ആയിട്ടും ബോൾഡായിട്ടും നിൽക്കാൻ ഏക ഒരു കാരണം എൻ്റെ അമ്മയാണ്. ഒരാളുടെ മുന്നിൽ തോൽക്കരുത്, തൻ്റെ ഇടത്തോട് കൂടി നിൽക്കുക. എന്ത് പണിയെടുത്തും ജീവിക്കണം, പക്ഷെ ഒരാളുടെ മുതൽ കക്കാൻ പോകരുത്, മറ്റുള്ളവരുടെ മുതൽ കണ്ട് ആഗ്രഹിക്കരുത്, വ്യഭിചരിക്കാൻ പോകരുത്. ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് വാങ്ങിയത്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അത്രയും ആഗ്രഹമായിരുന്നു. ഒരുപാട് വാടക വീട് നടന്ന് എനിക്ക് തോന്നുന്നു 30-ൽ പരം വീടുകളിൽ മാറി മാറി അമ്മ നടന്നിട്ടുണ്ട്. മൂത്ത ആൾ പറഞ്ഞു, ചുമരുള്ള വീട്ടിലേക്കേ ഞാൻ വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല എന്ന്. അപ്പോൾ കല്ലൊക്കെ പഴയ കല്ല് കൊണ്ടുവന്ന് ചുമരൊക്കെ വെച്ച്, അപ്പോൾ ചുമരുമ്പോൾ നമുക്കന്ന് സിമെൻ്റൊന്നൊക്കെ മേടിച്ച് തേക്കാനുള്ളൊരു കപ്പാസിറ്റി ചേട്ടന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെന്ത് പറമ്പിലുള്ള മണ്ണൊക്കെ കളച്ച് കൂട്ടി അത് അരിച്ചെടുത്തിട്ട് അത് ഞാൻ ചവിട്ടി കുഴച്ച് ഉരുളയാക്കി കൊണ്ടു കൊടുക്കും അച്ഛന്. അപ്പോൾ അച്ഛൻ ഈ ചുമരുമ്പോൾ ആകെ തേക്കും, കൈ കൊണ്ട് ഇങ്ങനെ തേച്ചുണ്ടാക്കും. അങ്ങനെ കുഞ്ഞേ വീടുണ്ടാക്കി. ഒരു ഒറ്റ മുറിയായിരുന്നു. ആ ഒരു മുറിയിൽ ചെറിയൊരു അടുക്കളയും ഇപ്പുറത്തെ സൈഡിൽ ഒരു കട്ടിലിൽ അച്ഛനമ്മയും കിടക്കും, താഴെ ഞങ്ങൾ 4 പേരും കിടക്കും. അത്രയും ചെറിയൊരു കർട്ടൻ ഇട്ടിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ആ വീട് ഓർമ്മയുണ്ട്. ആ ഒരു കുഞ്ഞേ വീട്ടിലപ്പോൾ ഒരു ദിവസം ഒരാൾ കാണാൻ വന്നു, പെണ്ണ് കാണാൻ വന്നപ്പോൾ അവർക്ക് ഗൾഫിലുള്ള ആളാണ്. പക്ഷെ അവർക്ക് പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ കുട്ടീനെ ആ ഭാര്യയും ഭർത്താവും കിടക്ക എവിടെയാന്ന്. അപ്പോഴാണ് എനിക്ക് വീടിനെ കുറിച്ചുള്ള ചിന്ത പോലും വന്നത്. കിടക്കാൻ സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ നിലവിളിയായി. അങ്ങനെ ചെന്ന് സൊസൈറ്റിയിൽ നിന്ന് കടമെടുത്ത് വീട് പണിയാൻ വെച്ച് വീട് പണിതു. കല്ലൊക്കെ ഇറക്കി വീട് പണിതു. SLCയുടെ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വീട് പണി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ സാധാരണ പോലെ എക്സാമിന് പോയി. അപ്പോൾ അച്ഛനമ്മ അതിൻ്റെ ഉള്ളിൽ പണിക്കാരും ഉണ്ടായിരുന്നു അത്യാവശ്യം. ഞാൻ പിന്നെ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആ ഭാഗത്തൊന്നും അനക്കമൊന്നുമില്ല, ഭയങ്കര നിശബ്ദമായിട്ട് കിടക്കുന്നു. അപ്പോൾ വീട് കുറച്ച് ഉള്ളിലേക്ക് ആയതുകൊണ്ട് അങ്ങനെ നടന്നു വരുന്ന സമയത്ത് രാവിലെ പോയ വീടല്ല ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഒരു കൂന മാത്രം, 3 മൂലോട് മാത്രമേ വെക്കാനുള്ളൂ, ബാക്കി എല്ലാം വന്നു. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി ഇവർക്ക് പറയാറുണ്ടാക്കി വന്നപ്പോൾ നല്ല മഴ എന്ന് വെച്ചാൽ പെരും മഴ. അപ്പോൾ ചായ ഉണ്ടാക്കി വന്നപ്പോൾ അവരോട് പറഞ്ഞു, പെരേര മോളിൽ നിങ്ങൾ ഇറങ്ങുക, ചായ കുടിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞു. പറഞ്ഞു ചേച്ചി 3 ഓടും കൂടിയേ വെക്കാമല്ലോ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ. അപ്പം പറഞ്ഞു ഇത്രയും മഴയല്ലേ, ചൂടുള്ള ചായ കുടിച്ചിട്ട് എന്നാൽ ശരി വന്നിട്ട് പിന്നെ പലഹാരം കൂട്ടി ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ചായ എടുത്ത് ഇങ്ങനെ പൊന്തിച്ച് കൊടുക്കുക. ഇങ്ങനെ പൊന്തിച്ച് കൊടുക്കുമ്പോൾ കണ്ടു ഞാൻ ഉത്തരം ഇങ്ങനെ നിരങ്ങി ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചതിച്ചുവിട്ട് അതേ ഉത്തരം തെറ്റിന് രക്ഷപ്പെട്ടോളേന്ന് പറഞ്ഞു. വീടിൻ്റെ സൈഡിൽ കിണറാണ്. ഇവർ മുകളിലിരിക്കുന്ന 2 ആൾ അപ്പുറത്തേക്ക് ചാടി. അപ്പം ഞാനത് കണ്ടില്ലായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വീഴുകയാണെങ്കിൽ ഇവർ 2 പേരും കിണറ്റിലേക്ക് വീഴും. കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശവേ കിട്ടുള്ളൂ, ഒരു എന്തില്ല, അത്രയും താഴ്ചയുണ്ട്. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ
കോണിയുമ നിന്നിട്ട് ഓടെടുത്ത് കൊടുക്കണവർക്ക്. അപ്പോൾ വേറൊരു പണിക്കാരത്തി പെണ്ണുണ്ടായിരുന്നു, അവളാണ് ഓടെടുത്ത് കൊടുക്കുന്നത്. ഇത് പറഞ്ഞ വഴിക്ക് ഞാനിത് പറഞ്ഞ വഴിക്ക് ഇവരിവിടുന്ന് ചാടിയെങ്കിലും എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. എൻ്റെ ഓർമ്മയൊക്കെ പോയി. അങ്ങനെ കല്ലൊക്കെ വന്നു മേലും തലയിലൊക്കെ വീണു. അച്ഛന് 1.5 വർഷത്തോളം എങ്ങോട്ടും പോകാൻ പറ്റാതെ, ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ശരീരമാകെ ബുദ്ധിമുട്ടായിട്ട് കെടുപ്പിലായി. അപ്പോൾ ഈ 1.5 വർഷത്തോളം അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 4 പെൺമക്കളെയും കൊണ്ട് വേറെ എവിടേക്കും പോകാനില്ല. അത് ഈ തൊട്ട് സ്ഥലത്ത്, ഈ ഇത്രയും ചായച്ചിറക്കിയ സ്ഥലത്ത് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ 4 മക്കളെയും വെച്ചിട്ട് അമ്മ 1.5 വർഷത്തോളം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിലൊന്നും എനിക്ക് പുറത്തുനിന്ന് ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല. വീട്ടിലിടുന്ന ഡ്രസ്സായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്ത് പോകുന്ന ഡ്രസ്സായിക്കോട്ടെ എല്ലാം എനിക്ക് എൻ്റെ അമ്മ തയ്ച്ചിട്ടാണ് തരാറ്. ഞാൻ തയ്പ്പ് പഠിക്കാനൊന്നും പോയിട്ടില്ല. തയ്പ്പ് പഠിക്കാൻ പോയില്ലെങ്കിലും തയ്ച്ചവർക്ക് കൊടുക്കാനുള്ള, തയ്പ്പൂലി കൊടുക്കാനുള്ള കപ്പാസിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പഴയ ഡ്രസ്സ് ഞാൻ അതെടുത്ത് അഴിക്കും. എന്നിട്ട് ആ തുണി വെച്ചിട്ട് വേറെ തുണി വെട്ടിയിട്ട് അത് തയ്ക്കും. ഒരു 10+2 വരെ ഞാൻ അമ്മ തയ്ച്ചിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഭയങ്കര മോഡേൺ ഡ്രസ്സുകളൊക്കെ ഞാൻ ഇടും. സ്കൂളിൽ വരുമ്പോഴൊക്കെ ചോദിക്കും, നല്ല മോഡേൺ ഡ്രസ്സാണല്ലോ, ഉടുപ്പുകൾ, സ്കേർട്ട്, ബ്ലൗസ്, ടോപ്പ്, അങ്ങനെയെല്ലാം അമ്മയ്ക്ക് തയ്ക്കാൻ അറിയായിരുന്നു. പട്ടുപാടിയും ബ്ലൗസൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇവിടെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പോകുന്ന ഒരു സർപ്രൈസ് എന്നൊന്നും അതിനെ പറയാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ മക്കളെല്ലാവരും ജനിക്കുന്നതിന് മുന്നേ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന, അമ്മ ജനിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന ഒരാഗ്രഹം. അതൊരു വലിയ ആഗ്രഹം തന്നെയാണ്. എൻ്റെ ടാസ്ക് നടക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, കുറച്ചപ്പുറത്താണ്. അപ്പോൾ അവിടെയാണ് അമ്മയ്ക്ക് വെച്ചിട്ടുള്ള സർപ്രൈസ്. അമ്മേനെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. പതുക്കെ അമ്മേനെ കൂട്ടിയിട്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം. അമ്മേ ബാ, നമുക്കൊരു സ്ഥലം വരെ പോവാം. ഒരു സ്ഥലം വരെ പോവാം, കുറച്ചപ്പുറം വരെ നടക്കാം. സ്ഥലത്ത് ചെറുപ്പത്തിൽ വന്നിട്ടുള്ള ഓർമ്മയുണ്ടോ? ചെറുപ്പത്തിലെ വന്നിട്ടുണ്ട്, പക്ഷേ ഇതാണ് സ്ഥലം എന്നുള്ളത് ഒരുപാട് മാറ്റങ്ങൾ വന്നില്ലേ, അത് കാരണം തിരിച്ചറിയില്ല. ഇവിടെ എവിടെയാണ് തറവാട്? തറവാട് ഈ വശത്ത് എവിടെയാണ്? അമ്മ ഈ സ്ഥലങ്ങളൊക്കെ അമ്മയുടെ നാടാണ്. അപ്പോൾ അമ്മയ്ക്ക് ഈ നാടിനെ കുറിച്ചും ഇവിടുത്തെ ഓർമ്മകളും ഒക്കെ ഇവർ എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് അങ്ങനെ അധികം കാര്യങ്ങൾ അറിയില്ല. എനിക്കും വലിയ ഓർമ്മയില്ല. ഞാനൊരു 4 വയസ്സിലായപ്പോൾ ഇവിടെ നിന്ന് പോയതാണ്. പക്ഷേ ഇതാണ് അച്ഛൻ്റെ നാടെന്നും ഇവിടെയാണ് നല്ല പ്രൗഢിയുള്ള ഒരു വീട്ടുകാരായിരുന്നു അച്ചാച്ചനും അമ്മാമ്മയെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അമ്മാമ്മയുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? അമ്മാമ്മയുടെ കാര്യങ്ങൾ ഓർമ്മയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാമ്മയുടെ അമ്മ എന്ന് വെച്ചാൽ എൻ്റെ അമ്മാമ്മ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളാണ്. അല്ലാണ്ട് അമ്മേനെ കുറിച്ചിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളോ എനിക്ക് ഓർമ്മ കുറവാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനിൽ നിന്ന് അത്രയും ഉപദ്രവങ്ങൾ അമ്മയ്ക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ദിവസം ചുരുക്കം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാനുള്ള ശക്തി പോലും എനിക്കിപ്പോൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇല്ല. കാരണം എന്ന് വെച്ചാൽ മറ്റൊരു സ്ത്രീനെ അവർ ഭാര്യയും ഭർത്താവും കിടക്കുന്ന റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ കിടത്തിയിട്ട് അതുവരെ അമ്മേനെ കാണിച്ചിട്ടുണ്ട് അച്ഛൻ. അപ്പം അത്രയും ദുഷ്ടതരം അച്ഛൻ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ വന്നിട്ട് അമ്മാമ്മോട് എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മുഖമെല്ലാം ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? അമ്മമ്മയുടെ ഒരുപാട് മുടി ഉണ്ടായിരുന്നു, നല്ല ഭംഗിയാണ്. തത്തമ്മ കുട്ടി എന്നാണ് അന്നൊക്കെ ആൾക്കാർ വിളിക്കുക എന്ന് പറയും. മരിച്ചത് ഓർമ്മയില്ല, പക്ഷേ ചെറുതായിട്ടൊരു ഓർമ്മയുണ്ട്. അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വെളുപ്പിൽ കൊണ്ടുവന്നിട്ട് മറവ് ചെയ്യുന്നൊരു ഇത്, അതൊരു മൂലയിലായിട്ട് പട്ടിലും കൂട്ടത്തിൻ്റെ ഒരു സൈഡിലായിട്ട് മറവ് ചെയ്യുന്ന അന്ന് ഞാനൊക്കെ നിന്നിങ്ങനെ കരയുന്നമാതിരി ഒരു ചെറുതായിട്ടുള്ളൊരു ഓർമ്മയുണ്ട്. അമ്മമ്മ എങ്ങനെയാണ് മരിച്ചേക്കുന്നതെന്നൊക്കെ അറിയാം അമ്മയ്ക്ക്? അച്ഛൻ്റെ ഉപദ്രവം കൊണ്ട്. എവിടെ വെച്ചിട്ടാണ് മരിച്ചത്? നമ്മുടെ തൃശ്ശൂർ സിവിൽ ആസ്പത്രിയിൽ വെച്ചിട്ട്. മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ, കല്ലൂർക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു അവർ. മാമനും എല്ലാവരും കല്ലൂർക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. അച്ഛൻ സമ്മതിച്ചില്ല. എൻ്റെ വീടേ നശിച്ചു പോയിട്ടുള്ളൂ, എൻ്റെ ആൾക്കാരും ഒന്നും നശിച്ചു പോയിട്ടില്ല. കോടാട്ടിക്കാർ ഇപ്പോൾ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട്
മറവ് ചെയ്തത്. അമ്മ ഇതാരാന്നറിയോ? ഇത് എൻ്റെ ഒരു ആങ്ങളായിട്ട് വരും പാപ്പൻ്റെ മോൻ. അപ്പോൾ ഇനി മാമനും അമ്മയ്ക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. രംഗൻ മരിച്ചിട്ട് പിന്നെ പിള്ളേർ വരാറുണ്ട്. ഇപ്പോൾ സുമേഷ് പോയില്ലോ. ഇവരൊക്കെ അമ്മയുടെ കുറച്ച് നമ്മുടെ ബന്ധുക്കളുണ്ട്, പിന്നെ അമ്മയുടെ ഫ്രണ്ട്സ് ഉണ്ട്. അതായത് അമ്മയുടെ പറഞ്ഞാൽ അമ്മയ്ക്ക് പോലും അറിയില്ല, അന്ന് കുറേ ചെറുപ്പത്തിൽ കളിച്ചിട്ടുള്ള കുറേ ആൾക്കാരൊക്കെയാണ് ഇവരൊക്കെ. പിന്നെ ഇവിടുത്തെ നാട്ടുകാരുണ്ട്, പറഞ്ഞു കേട്ട അറിവുകളുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പം ഇവരിലെ കുറച്ച് പേരെ അമ്മയ്ക്ക് അറിയാം, ചിലവരെ ആർക്കും അങ്ങനെ അറിയാത്ത, കണ്ടുപോലും പരിചയമില്ലാത്ത ആൾക്കാരെ പോലെയാണ്. അറിയോ ഞങ്ങളൊക്കെ ഇത്രയും നാളും പറഞ്ഞതും കാണാത്തതും ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടെ. വാ. ഇവിടെയാണ് നമ്മുടെ അമ്മാമ്മ ഉറങ്ങുന്നത്. അറിയില്ലേ? കരയാണ്ട് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലായിരുന്നു അമ്മക്ക് ഇതൊന്ന് കാണണം എന്നുള്ളത്. ഞാൻ കുറേ അന്വേഷിച്ചു, കുറേ ആൾക്കാരോട് ചോദിച്ച് ലാസ്റ്റ് ഇവിടെ എത്തി. അവിടെയായിരുന്നു അമ്മ പറഞ്ഞ പട്ടിലും കൂട്ടുണ്ടായിരുന്നത്. എനിക്ക് ഏകദേശം 56 വർഷം മുമ്പ് കൊടയാട്ടിൽ മാധവൻ ഭാര്യ അംബുജാക്ഷി അടക്കം ചെയ്തിട്ടുള്ളത് ഏകദേശം ഈ ഭാഗത്താണ്. നമ്മൾ അന്നത്തെ പരിചയം എനിക്ക് നമുക്ക് 12 വയസ്സുള്ളൂ. അതിൻ്റെ ആ ഒരു ഓർമ്മ വന്നുള്ളൂ ഈ ഭാഗം മറിയില്ലെന്നുള്ളത്. അവിടെ കുറേ പട്ടികളുണ്ടായിരുന്നു, മുളം കൂടം. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഇത് മറവിയിട്ടുള്ളൊരു ഓർമ്മ. ഞാൻ അമ്മയ്ക്ക് ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് അലയാത്ത സ്ഥലങ്ങളില്ല, ചോദിക്കാത്ത ആൾക്കാരില്ല. അമ്മ നോക്കിക്കോ, എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഇതിൽ വെച്ചിട്ട് എനിക്ക് മുമ്പോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. എല്ലാവരോടും ചോദിക്കുമ്പോൾ ഭംഗിയുണ്ട്, ചുരുണ്ട മുടിയാണ്, ഉയരം കുറവാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെ അറിയുള്ളൂ. 1961 അമ്മമ്മ മരിച്ചത്. 61 കന്നിമാസിൽ. അമ്മമ്മയുടെ പിറന്നാള് കർക്കിടകത്തിൽ തിരുവോണം എന്നുള്ളതെന്നറിയാം. മരിച്ചത് കന്നിമാസത്തിലാണെന്നറിയാം. ഇതായിരുന്നു എൻ്റെ ടാസ്ക്. ഇതൊരു ടാസ്ക്കായിട്ട് ഞാൻ ചെയ്തതല്ല, അമ്മയുടെ ഒരു ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു കൊടുത്തു. ഇതിനും കുറച്ചുകൂടെ നന്നാക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ പരിധികൾക്ക് അപ്പുറമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ളത് ആയതുകൊണ്ട് എനിക്ക് മാക്സിമം ആവുന്നത് ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്.
മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. ധന്യയുടെ അമ്മയെ നമ്മൾ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ നമുക്ക് അറിയാത്ത ഒരാൾ വെച്ചാൽ കേട്ടറിയുള്ളൂ ധന്യയുടെ അമ്മയാണ്. അങ്ങനെ ഒരാൾ കരഞ്ഞിട്ട് ഇത്രയും സങ്കടം വരുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നു. പക്ഷെ എന്നാലും അമ്മയ്ക്ക് സന്തോഷമായില്ലേ? അമ്മയ്ക്ക് സ്ഥലത്ത് പോകാൻ പറ്റിയില്ലേ? സന്തോഷമായി. ഞാൻ ചെറുപ്പം മുതൽ ആഗ്രഹിച്ചിട്ടുള്ളതാണ് അമ്മ മരിച്ച് ആ മണ്ണിൻ്റെ അവിടെ വന്നിട്ടൊന്ന് നമസ്കരിക്കാൻ. ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, അതുവരെ അമ്മയ്ക്ക് നിശ്ചയിച്ചാണ് നമ്മളെ അച്ഛൻ. എന്നാൽ അച്ഛനോട് വൈരാഗ്യം അങ്ങനെ മനസ്സിൽ തോന്നിയിട്ടില്ല. എന്നാലും അതുപോലും ഉണ്ടായിട്ടില്ലല്ലോ എനിക്ക്. അതിന് പോലും കർമ്മമില്ലാത്താണ് ഞാൻ എന്നാ ഞാൻ പറയാറ്. പക്ഷെ അതെൻ്റെ മോള് അമ്മയ്ക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് അമ്മമ്മ മരിക്കുന്നത്? എനിക്ക് 4 വയസ്സുള്ളപ്പോൾ. അപ്പം അമ്മ മരിക്കുന്ന സമയത്ത് മൂത്ത അമ്മാവൻ്റെ കയ്യിൽ ഞങ്ങളെ 3 മക്കളെയും പിടിച്ച് അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നീ എൻ്റെ മക്കളെ നോക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അമ്മാവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേനെന്ന് വെച്ച് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. എൻ്റെ അമ്മാവന് കിട്ടിയ ആദ്യത്തെ ശമ്പളം എൻ്റെ അമ്മയ്ക്കാണ് കൊണ്ടു കൊടുത്തത്. അവിടെ നിന്ന് തൊട്ടാണ് കൂടുതൽ അച്ഛൻ അമ്മ മരിക്കാനുള്ളൊരു കാരണം അച്ഛന് ഉണ്ടാവണത്. അപ്പം അച്ഛൻ രണ്ടാമത് സ്നേഹിച്ചിരുന്ന ആ പെണ്ണിന് കൊടുക്കാൻ അമ്മാവൻ കൊണ്ടുവന്ന പൈസ ആവശ്യപ്പെട്ടു അമ്മേരെ നിന്ന്. അപ്പം അത് അമ്മ കൊടുത്തില്ല. എൻ്റെ മക്കളെ ഇട്ട് കിടക്കാൻ ഒരടി മണ്ണ് മേടിക്കാനുള്ള പൈസ അത് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അച്ഛൻ ഉപദ്രവിച്ചത് അമ്മേനെ. ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അച്ഛൻ അനുസരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞു പിടിച്ച് നാട്ടുകാരും അമ്മാവും എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ആസ്പത്രിയിൽ കൊണ്ടുപോയി. 7-ാം ദിവസം അമ്മ മരിച്ചു. അങ്ങനെ അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി മറവ് ചെയ്തത്. പക്ഷെ ഒരു സന്ധ്യ നേരത്താണ് മറവ് ചെയ്തതെന്നും അതേമാതിരി കുഴിയിൽ ഒരു പിടി മണ്ണ് വാരിടാൻ അമ്മാവൻ പറഞ്ഞതൊക്കെ കുറേശ്ശെ ഒരു ചെറുതായിട്ടൊരു ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് 4-ാം മാസത്തിൽ അച്ഛൻ വീണ്ടും വിഭാഗീയതനാണ്. അപ്പോഴേക്കും അതിന് മുമ്പ് ഞങ്ങൾ അമ്മാവൻ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അമ്മാവൻ്റെ വീട്ടിലേക്ക്. മൊത്തത്തിൽ എനിക്ക് ആണുങ്ങളോടൊരു ലേശം വൈരാഗ്യമായിരുന്നു. എൻ്റെ അച്ഛൻ അങ്ങനെ ആയതുകൊണ്ട് അവരോട് എല്ലാവരോടും. ഇപ്പം ആ വൈരാഗ്യമൊന്നുമില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് മുമ്പ് ഞാൻ ആഗ്രഹിക്കാറുണ്ട്, എത്ര പെൺകുട്ടികളുണ്ടായാലും ഭഗവാൻ എനിക്ക് തരണമെങ്കിൽ അവരെ ഞാൻ പൊന്നുപോലെ എനിക്ക് സാധിക്കാവുന്ന വിധത്തിൽ നടത്തുന്നു. അങ്ങനെ എനിക്ക് ഭഗവാൻ തന്നത് 4 പെൺകുട്ടികളാണ്. ആ 4 പെൺകുട്ടികൾ എനിക്ക് പറ്റാവുന്നതും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അവരെ നോക്കി. ഒരുപാട് കഷ്ടപ്പാടുകളെന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നുവെച്ചാൽ 4 മക്കളെയും അവർക്ക് ഇഷ്ടപ്പെട്ട മാതിരി 4 മതത്തിലുള്ളവർ അവർക്ക് ഇഷ്ടപ്പെട്ടാണ് 4 ആളെയും 4 മതത്തിലുള്ളവർ അവരെ സ്നേഹിക്കുന്ന, അവർ ജീവിക്കാൻ കൊതിക്കുന്ന, അവരോടൊത്ത് ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ 4 പേരെയും കല്യാണം കഴിച്ചു. എൻ്റെ ഒപ്പം എൻ്റെ ഭർത്താവ് നിന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ പലപ്പോഴും വിചാരിക്കും നമുക്കുള്ള വിഷമങ്ങളാണ് ഏറ്റവും വലിയ വിഷമം, അല്ലെങ്കിൽ നമ്മൾ കടന്നു വന്നിട്ടുള്ള വഴികളാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നതെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ ഇങ്ങനെ കാണുകയാണ്. ഇപ്പം അമ്മ പറഞ്ഞതിനകത്ത് തന്നെ എത്ര പേരുടെ ജീവിതം അതിനകത്തൂടെ കടന്നുപോയി അല്ലെ? ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം അമ്മമ്മ മരിച്ച കാര്യം പറയുമ്പോൾ തന്നെ ഇളയ കുട്ടിക്ക് 1 വയസ്സ് ഉള്ളൂ. അന്നൊക്കെ എത്ര നേരത്തെ കല്യാണം കഴിക്കുന്നതായിരിക്കും. അന്നൊക്കെ ചിലപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പലരുടെയും പ്രായം പോലും ഉണ്ടായിരുന്നിരിക്കില്ല. അതിൽ എൻ്റെ അമ്മേരൊക്കെ വാർത്തകളൊന്നും എന്നെ കേൾക്കാൻ പറയില്ലായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൽക്കില്ല, ഞാൻ ഉറക്ക കരയും. എൻ്റെ അമ്മയെന്ന് വിളിച്ച് ഞാൻ ഉറക്ക കരയാറുണ്ട്. അത് കാരണം അമ്മാമ്മേരുടെ അടുത്ത് ആരെങ്കിലും വന്ന് സംസാരിക്കുമ്പോൾ എന്നെ അമ്മാമ്മ അവിടെ നിന്ന് മാറ്റി പറഞ്ഞയക്കും, എന്തെങ്കിലും പറഞ്ഞയക്കും. എന്നിട്ട് അമ്മാമ്മ അവരോട് വർത്താനം പറയുള്ളൂ. ഞാൻ ചിലപ്പോൾ ഒളിച്ചു നിന്ന് കേൾക്കും. എന്നിട്ട് ഉറക്ക കരയുമ്പോഴേക്കും അമ്മാമ്മ ഒന്ന് ചീത്ത പറയും, നീ എന്തിനാ മറയിൽ നിൽക്കണമെന്ന് ചോദിച്ചിട്ട്. അപ്പം അത്രയും ഇതായിരുന്നു. ഇനി ആ കഥകളൊന്നും പറഞ്ഞിട്ട് ആരില്ല. എന്തായാലും അമ്മയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ആ ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ ഒരിക്കലെങ്കിലും പോവാന്നുള്ളത്, അന്ന് നമസ്കരിക്കുക എന്നുള്ളത്. ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു.
അല്ലേ? ഇനിയിപ്പോ അത് ഓർത്ത് കരയാൻ പാടില്ല. നമ്മളെപ്പോഴും പറയില്ലേ, നമ്മൾ മരിച്ചുപോയവരെ ഓർത്ത് കരഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആത്മാവിന് ശാന്തി ഉണ്ടാവില്ല എന്നൊക്കെ നമ്മുടെ വിശ്വാസത്തിലൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇനി അമ്മ കരയാൻ പാടില്ല. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കത്തെഴുതാൻ പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ അച്ഛനെ. ഇങ്ങനെ ഒരു അമ്മേനെ ഞങ്ങൾക്ക് തന്നേന് എന്ത് പറഞ്ഞിട്ടും മതിയാവില്ല. ധന്യ വളരെ എഫേർട്ട് എടുത്ത് ചെയ്തൊരു ടാസ്ക് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് മാർക്ക് കൊണ്ട് വിലയിരുത്താനോ അതിലൊക്കെ അപ്പുറത്താണ് ഈ ഒരു കാര്യം. മനോഹരമായിരുന്നു, ഗംഭീരമായിരുന്നു. ടാസ്കിനെ പറ്റി ഒരു അക്ഷരം പറയാനില്ല. ധന്യ എങ്ങനെ ഇത്രയും ബോൾഡായി എന്നതിനുള്ളൊരു ഉത്തരവാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത്. പക്ഷെ എനിക്ക് ലെറ്റർ അത്ര ഇത്തിരി ഡ്രാമ എനിക്ക് ഫീൽ ചെയ്തു. അതിൽ ടാസ്കും ലെറ്ററും ഇതിലെ കണ്ടന്റാണ്. എനിക്ക് ചോദിക്കാവുന്നത് രാജിനോടാണ്. എന്ന് വെച്ചാൽ രാജി തന്നെ പറഞ്ഞു ലെറ്ററിൽ പോരായ്മ ഉണ്ടായിരുന്നു, ഒരു ഡ്രാമ പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ശരിക്കും ലെറ്ററിന് മാത്രമാണ് ഈ 1 മാർക്ക് കുറച്ചത്. അപ്പം ഇതിനകത്ത് എന്തുകൊണ്ട് ആ ഒരു വേരിയേഷൻ വന്നു? അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഒരു ടാസ്കിൽ ലെറ്ററിന് 1 മാർക്ക് മാത്രമേ ഉള്ളൂ എന്നാണോ? ഇതിനകത്ത് കുറയ്ക്കണം എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ കുറയ്ക്കാനുള്ള റൈറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മൾ എത്രയൊക്കെ വളർന്നാലും ഏതൊക്കെ ലോകങ്ങൾ കീഴടക്കിയാലും നമ്മൾ ചെറുതായി വന്നു നിൽക്കുന്ന ഒരു വാക്കുണ്ട്. അത് അമ്മ എന്ന വാക്കിന്റെ മുന്നിലാണ്. അമ്മമാരുടെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന മനസ്സിലേക്കുള്ള ഒരു എത്തിനോട്ടം കൂടി ആവുകയാണ് അമ്മ മനസ്സ് എന്ന ഈ ഒരു സെഗ്മെന്റ്. ഡിഷ് ഗോൾഡ് ഡിഷ് വാഷ് മലയാളി വീട്ടമ്മ പ്രസന്റഡ് ബൈ ചുങ്ക ജ്വല്ലറി, കോ ബ്രാൻഡഡ് ബൈ സേറ. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം മറ്റൊരു എപ്പിസോഡിൽ.